ജിൻഡോ, ഡിസംബർ 8, 2014 ചേർന്ന സഭാ സമ്മേളനം, സഭാരേഖകൾ പേജ് നമ്പർ 452. ശ്രീ എളമരം കരീം ആരുടെ ചോദ്യമാണ്? ശ്രീ എളമരം കരീമിന്റെ ചോദ്യമാണ്. എന്ന് പറഞ്ഞാൽ പാട്ടപിറക്കികളൊന്നും അല്ല, പാട്ടപിരിവുകാരെന്നും ഈർക്കിൽ സമരമൊന്നും നിരന്തരം അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന എളമരം കരീമിന്റെ ചോദ്യം, സാർ, NRHMന് കീഴിലുള്ള 29,000-ഓളം വരുന്ന ആശാ വർക്കേഴ്സ് പ്രതിമാസ ഓണറേറിയം 10,000 രൂപയെ ഉയർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുകയാണ്. കേന്ദ്രത്തിന് മുന്നിലല്ല കേട്ടോ, ഈ ചോദ്യം ചോദിക്കുന്ന പാർലമെന്റും അല്ല, നമ്മുടെ നിയമസഭയിൽ. സാർ, NRHMന് കീഴിലുള്ള 29,000-ഓളം വരുന്ന ആശാ വർക്കേഴ്സ് പ്രതിമാസ ഓണറേറിയം 10,000 രൂപയായി ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുകയാണ്. ഈ പ്രശ്നത്തിൽ അടിയന്തരമായ തീരുമാനം ഉണ്ടാക്കണം. വളരെ പാവപ്പെട്ട ഇവർ വളരെ സാഹസികമായാണ് ജോലി ചെയ്യുന്നത്. പക്ഷേ പുറത്തു പറയാൻ പോലും നാണക്കേടുണ്ടാക്കുന്ന തുച്ഛമായ തുകയാണ് ഓണറേറിയമായി ഇപ്പോൾ അവർക്ക് നൽകി വരുന്നത്. ആശാ വർക്കേഴ്സിന് ന്യായമായി ഈ ആവശ്യം അംഗീകരിച്ചു സമരം ഒത്തുതീർപ്പിലെത്തണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു. എളമരം കരീമാണ് ചോദിക്കുന്നത്. 10,000 രൂപ കൂട്ടിക്കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നത് കേന്ദ്രത്തോടല്ല, എളമരം കരീം സംസ്ഥാന സർക്കാരിനോടാണ്. ജിൻഡോ. ലാഷ്മി, അന്ന് അതായത് 11 വർഷം മുമ്പ് 10,000 രൂപയാക്കണം എന്നാവശ്യപ്പെട്ട എളമരം കരീമിന് ഇന്ന് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തുന്ന സമരം അനാവശ്യമാണ്, അല്ലെങ്കിൽ ഇവരുടെ ധനകാര്യമന്ത്രി പറഞ്ഞ പോലെ മറ്റാരോ ആട്ടി തെളിച്ചു കൊണ്ടുവന്നാണ്, കരീം തന്നെ പറഞ്ഞ പോലെ ചാനൽ ക്യാമറ കാണുമ്പോൾ ആശാവർക്കർമാർക്കുണ്ടായ ഹരം കൊണ്ടിട്ട് നടക്കുന്നതാണ്, അല്ലെങ്കിൽ അരാജക സമരമാണ്, ആരോഗ്യമന്ത്രി പറഞ്ഞ പോലെ അനാവശ്യ സമരമാണ്, ഇന്നിപ്പോൾ CPMന്റെ CITUവിൻ്റെ നേതാവ് പറഞ്ഞ പോലെ സാംക്രമിക രോഗം പരത്തുന്ന കീടങ്ങൾ നയിക്കുന്ന സമരമാണ്, ബസ് സ്റ്റാൻഡിലെ പാട്ടപ്പിരിവുകാർ നടത്തുന്ന സമരമാണ്. ഇതൊക്കെ ഇവർ പറയും ഹാഷ്മി. ഇവർക്ക് കേരളത്തിന് പുറത്തുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും സംസ്ഥാന സർക്കാരിനെതിരെ ഈ വിഷയത്തിൽ സമരം ചെയ്യാം. ഇവർ പറയുന്നു നരേന്ദ്രമോദി. മഹാരാഷ്ട്രയിൽ, ഹരിയാനയിൽ അടക്കം സമരം ചെയ്തിട്ടുണ്ട്. പക്ഷേ ജന്തർ മന്ദറിൽ സമരം നടത്തിയിട്ടുണ്ട്. ജന്തർ മന്ദറിൽ CITUവിന്റെ ATUS സംഘാടനത്തിൽ ഈ പറയുന്ന കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ആശാവർക്കർമാരെ ഉയർത്തിക്കൊണ്ട് അവർ കേന്ദ്രത്തിനെതിരെ സമരമുണ്ട്. ഞാൻ പറഞ്ഞു, സംസ്ഥാനങ്ങളിൽ അതത് സംസ്ഥാന സർക്കാരിനെതിരെ സമരവും കേന്ദ്രത്തിനെതിരെ സമരം നടത്തുന്നവരാണ് കേട്ടോ CITU. ഇവിടെ മാത്രമേ ഇവർക്ക് ഈ സമരത്തോട് പ്രശ്നമുള്ളൂ. അല്ല, ഞാൻ അതിലേക്ക് തന്നെ പറഞ്ഞു. കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയെ കുറിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലല്ലോ. അതിൽ ആരാ തമ്മിൽ അഭിപ്രായ വ്യത്യാസം? BJPയുമായിട്ടല്ലേ അഭിപ്രായ വ്യത്യാസമുള്ളൂ. ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ വികസന പ്രോജക്റ്റുകളായിക്കോട്ടെ, കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക നയപരിപാടികളിലായിക്കോട്ടെ, വയനാട് പുനരധിവാസത്തിൻ്റെ കാര്യമായിക്കോട്ടെ, ഇങ്ങനെ ഓരോ വിഷയത്തിലും കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തോടുള്ള അവഗണനയെ കുറിച്ചിട്ടൊന്നും നമുക്ക് മറ്റൊരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ അഭിപ്രായ വ്യത്യാസം എവിടെയാണ്? ഇവരിപ്പോൾ CITUവിൻ്റെ ബദൽ സമരം നടത്തിയല്ലോ. ബദൽ സമരം നടത്താൻ CITUക്കാർ ആശാവർക്കർമാരെ കിട്ടാത്തത് കൊണ്ട് മറ്റു പലരെയൊക്കെ സംഘടിപ്പിച്ച് സമരം എന്തായാലും നടത്തി. നടത്താൻ എന്തുകൊണ്ടാണ് ഇവർ ജന്തർ മന്ദറിലേക്ക് പോകാതിരുന്നത്? ഈ CPM അവരിപ്പോൾ പാട്ടപ്പിരിവുകാരെ ആക്ഷേപിക്കുന്നു. പണ്ട് ബക്കറ്റ് പിരിവെടുത്തും ഇന്ന് മാസപ്പടി എടുത്തും ഒക്കെ ജീവിച്ച് അങ്ങ് പോകുന്ന CPMകാർ അതിൽ നിന്ന് കുറച്ച് പണം ചെലവഴിച്ചുകൊണ്ട് ഇന്ന് AG's ഓഫീസിന്റെ മുമ്പിൽ സമരം നടത്തിയ ആളുകളെ കൊണ്ട് എന്തുകൊണ്ടാണ് ജന്തർ മന്ദറിൽ പോകാതിരുന്നത്? അവിടെയാണ് സമരം നടത്തുന്നതെങ്കിൽ അനാവശ്യ സമരമായിരുന്നു എന്ന് മുൻപ് പറഞ്ഞ 2 ആഴ്ച മുമ്പ് പറഞ്ഞ ആളുകൾ അനാവശ്യ സമരം ഇന്ന് ഏറ്റെടുക്കുന്ന സാഹചര്യമല്ല ഉണ്ടാകുന്നത്. കുറ്റിച്ചൂലെന്ന് നിങ്ങൾ ആക്ഷേപിച്ച ആശാവർക്കർമാരുടെ സംഘടന അവർ നടത്തുന്ന സമരത്തെ നിങ്ങൾ എന്തിനാണ് ഏറ്റെടുക്കുന്നത്? അത് അനാവശ്യ സമരമാണെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കാൻ പാടില്ല. ഇനി അത് അവശ്യ സമരമാണെങ്കിൽ അവശ്യ സമരമാണ് എന്ന് നിലപാട് തിരുത്തിക്കൊണ്ട് ജന്തർ മന്ദറിലേക്ക് പോകണമായിരുന്നു. എന്തുകൊണ്ട് പോകുന്നില്ല? അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്കെതിരെയും കേന്ദ്രത്തിനെതിരെ ഒരേ സമയം സമരം ചെയ്യുകയും കേരളത്തിൽ കേന്ദ്രത്തിനെതിരെ മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊരു തരം വൈരുദ്ധ്യാത്മിക ഭൗതികവാദമാണ്. അതിൻ്റെ ബാക്കി ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, KV തോമസിന് യാത്രാഭത്ത കൂട്ടിക്കൊടുക്കാനോ PSC മെമ്പർമാരുടെ ശമ്പളം കൂട്ടിക്കൊടുക്കാനോ അല്ലെങ്കിൽ ഒരൊറ്റ കേസ് പോലും നേരാമണ്ണം വാദിച്ച് ജയിക്കാൻ പറ്റാത്ത ദാരിദ്ര്യം കൊണ്ടല്ലേ PSC ചെയർമാനെയും PSC അംഗങ്ങളൊക്കെ കഷ്ടം. അവർ എങ്ങനെ ജീവിക്കും? അതുകൊണ്ടല്ലേ അത്രയും ലക്ഷങ്ങൾ കൊടുത്തേ. റേഷനരി മേടിക്കാൻ ഗതിയില്ലാത്ത ഗവൺമെന്റ് പ്ലീഡർമാർക്ക്, ഒരൊറ്റ കേസ് നേരാവണ്ണം ജയിക്കാനായിട്ട് വാദിച്ച് ജയിക്കാൻ പറ്റാത്ത ഗവൺമെന്റ് പ്ലീഡർമാർക്ക് ലക്ഷങ്ങൾ ശമ്പളം വർദ്ധിപ്പിക്കുന്നതിനൊന്നും ഇവർക്ക് ആരുടെ അനുവാദം വേണ്ട. ഈ ആശമാർ പുറത്ത് സമരം ചെയ്യുമ്പോൾ. അപ്പോൾ ഈ സമരത്തെ ഇവർ ജമാഅത്തെ ഇസ്ലാമി, SUCI, ഇനിയിപ്പോൾ അമേരിക്കയുടെ ഗൂഢാലോചനയാണെന്നും കൂടി പ്രകാശ് മാസ്റ്റർ അങ്ങ് പറയും. അതും കൂടി അങ്ങ് പറയും. ഞങ്ങൾ അങ്ങ് വിശ്വസിച്ച് തന്നേക്കാം. ഇനിയിപ്പോൾ പ്രശ്നമില്ലല്ലോ. നിങ്ങൾക്ക് ഈ ഹർഷകുമാരന്മാരെ പോലെയുള്ള ആളുകളുടെ പ്രസംഗം കേൾക്കുമ്പോൾ CPMന്റെ അന്തം കമ്മികൾക്കും AKG സെന്ററിൽ ചായ പങ്കിട്ടിരിക്കുന്ന ആളുകൾക്കും ചിലപ്പോൾ ഹരം കയറും. പക്ഷേ സാധാരണ മനുഷ്യർക്ക് അവർക്കൊന്നും ആർക്കും ഈ വർത്താനം കേട്ട ഈ കാലത്ത് ആർക്കാണ് ഹരം കയറി? ഇതൊക്കെ കാലഹരണപ്പെട്ട വൃത്തികെട്ട വാക്കുകളല്ലേ ജിൻഡോ? ഇതുകൊണ്ട് ആർക്കും ഹരം കയറും? സാധാരണ മനുഷ്യർക്ക് ഇതിൽ അവജ്ഞയാണ് ഇവരോട്. ഇവർ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ട്യൂഷൻ ക്ലാസ് ഈ രാജ്യത്തും ലോകത്തുമുള്ള ആളുകൾക്ക് പൗരാവകാശത്തെ കുറിച്ചിട്ട്, സമരാവകാശത്തെ കുറിച്ചിട്ടൊക്കെ നിരന്തരം പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ഒക്കെ ക്ലാസ്സുകൾ എടുക്കുന്ന CPMന്റെ നേതാക്കന്മാരാ ഇന്ന് ഇത്തരത്തിലുള്ള വർത്തമാനം പറയുന്നത്. പ്രകാശ് മാസ്റ്ററെ പോലുള്ള ആളുകൾ, താങ്കളൊക്കെ ഞാൻ വിചാരിക്കുന്നത് മാസ്റ്റർ എന്ന് വിളിക്കുന്നുണ്ട് ഏതെങ്കിലും സ്കൂളിൽ പള്ളിക്കൂടത്തിൽ പഠിപ്പിച്ചിട്ടുള്ള ആളായിരിക്കും. എന്ത് രാഷ്ട്രീയ ബോധ്യമാണ് മാഷേ ഈ നാട്ടുകാരോട് നിങ്ങൾ കൊടുക്കുന്നത്? നിങ്ങൾ സമരത്തെ എതിർത്തോ, നിങ്ങൾ രാഷ്ട്രീയമായിട്ട് എതിർത്തോ, പക്ഷേ ആ സമരം
സമരത്തെ എതിർക്കാൻ വേണ്ടിയിട്ട് സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ വ്യക്തിഹത്യ നടത്തുന്ന നിലപാട് എന്ന് പറഞ്ഞാൽ നിഘണ്ടു ഉപയോഗിക്കുന്ന പിണറായി വിജയന്റെ അതേ ട്യൂഷൻ ക്ലാസ്സിൽ പഠിച്ചു വന്നിട്ടാണ് ഈ ഹർഷകുമാരന്മാരെ പോലുള്ള ആളുകൾ ഇത് പ്രസംഗിക്കുന്നത്. നിങ്ങൾ എന്താ പറഞ്ഞ 1000-ൽ താഴെ ഉള്ള ആളുകളുള്ള സംഘടന എന്ന് സമരമെന്ന്? ഈ 1000-ൽ താഴെയുള്ള മനുഷ്യർ സെക്രട്ടേറിയറ്റിന്റെ പുറത്ത് 10-18 ദിവസക്കാലം സമരം ചെയ്തപ്പോൾ നിങ്ങൾ എങ്ങനെയാ പെട്ടെന്ന് കുടിശ്ശിക അനൗൺസ് ചെയ്തത്? കുടിശ്ശിക കൊടുക്കാൻ തീരുമാനിക്കുക എങ്ങനെയാ? അപ്പോൾ ഈ 1000-ൽ താഴെയുള്ള ഈ കുറ്റിച്ചൂലെന്ന് നിങ്ങൾ ആക്ഷേപിച്ച ആ മനുഷ്യരെ നിങ്ങൾക്ക് പേടിയുണ്ട്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയോ? പണ്ട് നിങ്ങൾ ബക്കറ്റ് പിരിവെടുത്ത് പാർട്ടി വളർത്തിയെങ്കിൽ ഇന്ന് മാസപ്പടി വാങ്ങി നിങ്ങൾ സുഭിക്ഷമായിട്ട് ജീവിക്കുന്നു. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. മുതലാളി പാർട്ടിയിലേക്ക് CPM പറിച്ചു നടപ്പെട്ടപ്പോ സാധാരണക്കാരുടെ വിലാപം കാണാൻ ഇവർക്ക് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുന്നത്. ഇവിടെ നയവും CPM നേതാക്കന്മാരുടെ നാക്കും